കൊച്ചി പേരണ്ടൂർ കനാലിൽ മാലിന്യങ്ങൾ കുന്നുകൂടി ഒഴുക്ക് നിലച്ചു. സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കനാലിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. പ്രദേശത്ത് വിവിധ ഫ്ളാറ്റുകളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കൊച്ചി നഗരം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യ സംസ്കരണം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട കനാലായിട്ടുള്ള പേരണ്ടൂർ കനാലിനോട് ചേർന്നുള്ള ഒരു തോട്ടിലാണ്. ഈ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. പേരണ്ടൂർ കനാലിലേക്ക് ഒഴുകുന്ന തോടാണിത്. മാലിന്യങ്ങൾ കുമിഞ്ഞ വെള്ളം കറുത്തു. തോട് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു. ഒഴുക്ക് നിലച്ച കൂത്താടികൾ പെരുകുകയാണ്. കണ്ടമാനം വേസ്റ്റ് ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടുക. അപ്പോൾ അടിഞ്ഞുകൂടി കഴിയുമ്പം വെള്ളം ഒഴുക്കും കൂടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് പ്രധാനമായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. കൊതുകുകളുണ്ടാകാം, കുട്ടികൾക്ക് രോഗം പരത്താം, അങ്ങനെ പല പല പ്രശ്നങ്ങളാണിത്. പ്രദേശത്തെ താമസക്കാരാകട്ടെ ഫ്ലാറ്റ് നിവാസികളും ദുർഗന്ധം വമിച്ച ഇടത്ത് കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയാണ് ഇവർക്കിപ്പോൾ. ഈ തോടിന് എല്ലാ ഫ്ലാറ്റിൻ്റെയും കിച്ചൺ വരുന്ന ഈ തോടിനടുത്തായിട്ടാണ്. അപ്പോൾ പാകം ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം. അപ്പോൾ ഇറ്റ്സ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇത്തവണയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ തോട്ടിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് വെള്ളം കയറി. കുടിവെള്ള ടാങ്ക് ഉൾപ്പെടെ മലിനമായി. കഴിഞ്ഞ മഴയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ കനാലിലെ വെള്ളം പൊങ്ങിയിട്ട് ഞങ്ങളുടെ പാർക്കിങ്ങിലോട്ട് കയറിയേക്കും. ദെൻ നമ്മുടെ സമ്പ് ഗോട്ട് ഡാമേജ്. നാച്ചുറലി ഈ ചെളിവെള്ളം, അതായത് ഞങ്ങളുടെ സ്റ്റോറേജ് വാട്ടർ ടാങ്ക്, വി ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മണി. ഇപ്പോൾ ഞങ്ങളത് കുറച്ച് റൈസ് ചെയ്ത് വെച്ചേക്കുക. നിരവധി തവണ കോർപ്പറേഷൻ അധികാരികളെ കണ്ടു, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്ന് ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ കാര്യം നടന്നു കിട്ടുന്നില്ല. അപ്പം ഈ പ്രാവശ്യം ഇപ്പം ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തോട്ടിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകൾ വാരി നീക്കി കനാലിലേക്കുള്ള ഒഴുക്ക് സുഗമമാക്കിയാൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ മഴ രൂക്ഷമായാൽ മലിനജലം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.